നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാരിനും CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാസപ്പടി കേസിൽ SFIO രേഖകൾ ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തോടൊപ്പമുള്ള അനുബന്ധ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ അനുകൂല ഉത്തരവ്. CMRL കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. 2019 CMRL MD ശശിധരൻ കർത്തയിൽ നിന്നും പിടികൂടിയ മാസപ്പടി ഡയറിയുടെ പകർപ്പാണ് ഹർജിക്കാരന് കൈമാറേണ്ടത്. എന്നാൽ വിധി അനുകൂലമാണെങ്കിലും പകർപ്പുടൻ കൈമാറാനാകില്ല. CMRL നൽകിയ ഹർജിയിൽ വിധി പറയാൻ അനുവദിച്ച ഹൈക്കോടതി പകർപ്പ് കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. CFO സുരേഷ് കുമാർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി. CPM-നുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് കോടതി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. കുടുംബം ആവശ്യപ്പെട്ടതിൽ 4 കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടത്. പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. കേസിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് കോടതി ഉത്തരവ്. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ശേഖരിച്ചത്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ സ്വർണം പണയം വെച്ചാണ് 1 ലക്ഷം രൂപ നൽകിയതെന്ന് പറയുന്നു. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നതിന്റെ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. കൈക്കൂലി കേസിൽ വിജിലൻസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. വിജിലൻസ് ഉദ്യോഗസ്ഥർ കേസിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് കുടുംബം സമീപിച്ചത്. തുടർന്ന് കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 തവണ വാദം കേട്ട ശേഷമാണ് വിധി. അന്വേഷണം മെയ് 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. തുടരന്വേഷണം ഉണ്ടെങ്കിൽ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. 2024 ഒക്ടോബർ 15-ന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യയെന്നാണ് ആക്ഷേപമുയർന്നത്. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് PP ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത്.